ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയാണ് പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോവുകയാണ്.
VS അച്യുതാനന്ദനെയും കൊണ്ട് ആംബുലൻസ് നീങ്ങുകയാണ്. ആ ജനക്കൂട്ടത്തിന് നടുവിലൂടെ അങ്ങനെ അവസാനമായി VS മുന്നോട്ട് പോവുകയാണ്. ഇനി വേലിക്കകത്ത് വീട്ടിലേക്കാണ്. കഴിഞ്ഞ ഒരുപാട് വർഷമായി അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതം അവിടെയായിരുന്നു. ഒടുവിലായി അദ്ദേഹം ഒരിക്കൽ കൂടി ആ വേലിക്കകത്ത് വീട്ടിലേക്ക് പോവുകയാണ്. സേഫുണ്ട്. സേഫ്, അങ്ങനെ AKG സെന്ററിൽ നിന്ന് അവസാന പടിയിറക്കം ഉണ്ടായിരിക്കുന്നു VSന്. കാണാനെത്തിയ ഒരുപാട് പേരെ ബാക്കിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നത്. അവർ നിരാശരാണ് അവരുടെ VSനെ കാണാൻ കഴിയാത്തതിൽ. പക്ഷേ തീരുമാനിച്ചത് പ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളെയും ബാധിക്കുമെന്നതുകൊണ്ടാണോ പൊതുദർശനം വേഗം അവസാനിപ്പിച്ച് അവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോയത്? ദിവ്യ, VSന്റെ സമര പോരാട്ടങ്ങൾക്ക് വേദിയായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് AKG സെന്റർ എന്നുള്ളത്. VS അച്യുതാനന്ദൻ അങ്ങനെ അവസാനമായി AKG സെന്ററിൽ നിന്ന് ഇറങ്ങുകയാണ്. AKG സെന്ററിൽ നിന്ന് VSനെ സ്വന്തം വീട്ടിലേക്ക്, മകന്റെ വീട്ടിലേക്ക് VS അച്യുതാനന്ദനെ കൊണ്ടുപോവുകയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രം എന്നാണ് ഇപ്പോൾ CPM അതിന് നൽകിയിരിക്കുന്ന പേര്. എങ്കിലും VS അച്യുതാനന്ദന്റെ സമര പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം ഈ AKG സെന്ററുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആ സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ സമര പോരാട്ടങ്ങളുടെ ചരിത്രം, ആ ചരിത്ര പോരാട്ടം അവസാനിച്ച് VS അച്യുതാനന്ദൻ വീട്ടിലേക്ക് പോവുകയാണ്. VS അച്യുതാനന്ദൻ ഇനി AKG സെന്ററിലേക്ക് വരില്ല. VS അച്യുതാനന്ദൻ 2019 ഏറ്റവും ഒടുവിൽ AKG സെന്ററിൽ എത്തിയത്. പക്ഷേ VS അച്യുതാനന്ദൻ ഇനി AKG സെന്ററിലേക്ക് വരില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതെങ്ങനെ വലിയ ഗതാഗതക്കുരുക്ക് തന്നെയാണ് അവിടെ ആ ഒരു പരിസരത്തുള്ളത്. കാരണം കാണാനെത്തിയ ഒരുപാട് പേരുണ്ട്. അവർ VSനെയും കൊണ്ടുള്ള ആംബുലൻസിന് പിറകെ ഓടുകയാണ്. AKG സെന്ററിലെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനം പൂർത്തിയാക്കി ഇപ്പോൾ VSനെയും കൊണ്ട് ആംബുലൻസ് അവിടെ നിന്ന് പോയിരിക്കുന്നു. ഇന്ന് രാത്രി വേലിക്കകത്ത് വീട്ടിലാണ്. അതിനുശേഷം നാളെ 9 മണിയോടുകൂടി ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനം, ഉച്ചവരെ പൊതുദർശനം ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷമാണ് ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി VS അച്യുതാനന്ദന്റെ മൃതദേഹം കൊണ്ടുപോവുക. പോലീസ് നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു ആളുകളെ നിയന്ത്രിക്കാനായി. ഏറ്റവും അവസാനം പൊതുദർശനം അവസാനിപ്പിച്ചപ്പോഴും പുറത്ത് 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ആംബുലൻസുമായി VS അച്യുതാനന്ദനെയും വഹിച്ചുള്ള ആംബുലൻസ് അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട്. ഇനി എത്ര നേരം എടുക്കും വീട്ടിലെത്താൻ? വിജിനിലേക്ക് വരാം. പറഞ്ഞോളൂ വിജിൻ. ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ വിലാപയാത്ര അദ്ദേഹം അവസാന നാളുകളിൽ വിശ്രമ ജീവിതം നയിച്ചിടത്തേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നത്. AKG സെന്ററിന്റെ പടി അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നു എന്നേക്കുമായി എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാലം 8.5 പതിറ്റാണ്ട് കാലത്തോളം ആണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യമായി ഉണ്ടായിരുന്നത്. 15ാമത്തെ വയസ്സിൽ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഭാഗമായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതമാണ് അദ്ദേഹം അതിനുശേഷം പോരാട്ട വീര്യത്തിന്റെ ഒരു കരുത്തായി കേരളത്തിന്റെ മാതൃകയായൊക്കെ മാറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി ഒക്കെ മാറിയത്. വലിയ തരത്തിലുള്ള പോരാട്ട വീര്യം പ്രതിപക്ഷ നേതാവായി ഇരുന്നപ്പോഴും CPM പോളിറ്റ് ബ്യൂറോ അംഗമായും സംസ്ഥാന സെക്രട്ടറിയായും ഒക്കെ ഇരുന്നപ്പോഴൊക്കെ കാട്ടിയ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന് റെഡ് സല്യൂട്ട് അടിച്ചുകൊണ്ടാണ് കേരളം ഇപ്പോൾ വിട നൽകിക്കൊണ്ടിരിക്കുന്നത്. AKG സെന്ററിന്റെ പടി അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നു എന്നേക്കുമായി. ഇനി അദ്ദേഹം എത്തുന്നത് അദ്ദേഹം കുറെ കാലം ജീവിച്ച ഈ തൊട്ടടുത്ത PMGയിലെ വീട്ടിലേക്കാണ്. അല്പസമയത്തിനകം അദ്ദേഹം PMGയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തും. എന്തായാലും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തെ
പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ടാണ് കണ്ണേ കരളെ VS ആര് പറഞ്ഞു മരിച്ചെന്ന് എന്നുള്ള മുദ്രാവാക്യം തൊണ്ട പൊട്ടി ആളുകൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമായി അദ്ദേഹത്തെ സ്നേഹിച്ചവർ, അദ്ദേഹം അങ്ങോട്ട് സ്നേഹിച്ചവർ അതൊക്കെ തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളും വൃദ്ധ മാതാവുമാരും ഒപ്പം തന്നെ വയോധികരും എല്ലാം അടങ്ങുന്ന ഒരു വലിയ ജനസഞ്ചയമാണ് ഒഴുകി തിരുവനന്തപുരത്തെ AKG സെന്ററിന് മുന്നിലേക്ക് എത്തിയത്. SUT ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച ആ വിലാപയാത്ര SUT ആശുപത്രിയിൽ അദ്ദേഹം ഒരു മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷം മരണമടഞ്ഞു എന്ന വാർത്ത അറിഞ്ഞത് മുതൽ വലിയ തരത്തിലുള്ള ആളുകളാണ് SUT ആശുപത്രിയിലേക്കും ഒഴുകിയെത്തിയത്. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറി MA ബേബി, CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവരാണ് അവസാന നിമിഷം ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. പോരാട്ട വീര്യം മരണത്തിലും കാണിച്ച നേതാവായി VS അടയാളപ്പെടുത്തുന്നു. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവൻ കൊണ്ട് 100 വർഷം തികയുന്ന അതേ വർഷം തന്നെയാണ് VS അച്യുതാനന്ദൻ എന്ന ഏറ്റവും മഹാവിപ്ലവകാരി, കേരളം കണ്ട മഹാവിപ്ലവകാരിയുടെ 100 വയസ്സ് തികഞ്ഞത് എന്നുള്ളതും ചരിത്രത്തിൽ ആകസ്മികമായി എഴുതിവെക്കപ്പെടുന്ന ഏടായി മാറും. ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത പോരാട്ട വീര്യം, അധിക വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ലെങ്കിലും ഈ നാട്ടിലെ ഓരോ ജനങ്ങളുടെ പ്രശ്നങ്ങളും കൃത്യമായി ഇടപെടുകയും പരിഹാരം കാണുന്നവരെ പോരാട്ടം നയിക്കുകയും അത് പാർട്ടിയിലും അതേ പോരാട്ടം തുടരുകയും ചെയ്ത നേതാവാണ് VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ കേരളത്തിന് എന്താണോ ആ കേരളം അത് മടക്കി നൽകിയിരിക്കുന്നു. കേരളം VS കേരളത്തിന് നൽകിയത് കേരളം ഇപ്പോൾ VSന് മടക്കി നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. എന്തായാലും ഇന്ന് 3:20 മരണം സംഭവിച്ച ശേഷം തടിച്ചുകൂടിയ ജനപ്രവാഹമാണ് ഇവിടെയൊക്കെ ഉണ്ടായത്. ഇനി നാളെ അത് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിൽ ആ ജനസഞ്ചയം ഒഴുകിയെത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇതൊരുപക്ഷെ വെറും സാമ്പിൾ മാത്രമായിരിക്കാനുള്ള സാധ്യതയാണ്. കാരണം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ സ്വാഭാവികമായും VS അച്യുതാനന്ദൻ എന്ന മഹാവിപ്ലവകാരിയെ കാണാൻ ആലപ്പുഴയിലേക്കും വഴിയോരങ്ങളിലേക്കും തടിച്ചുകൂടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നാളെ 9 മണിക്കാണ് ദർബാർ ഹാളിലെ പൊതുദർശനം ആരംഭിക്കുക. 3 തവണ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി, 1 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവനകൾ ഒരുപാടാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഏറ്റെടുത്ത കേരളത്തിന്റെ പുതിയ മാതൃകകളാണ് ഇപ്പോഴും കേരളം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.